ശ്ലോകം 5. മോക്താരം ബന്ധമുക്തോ ഹരിണപതിരിവ. ഒരാൾ സൂവിൽ പോയി. ആ സൂവിൽ പോയ സമയത്ത് സിംഹത്തിനെയൊക്കെ നോക്കുന്ന ആൾ എന്തോ സിംഹത്തിന് വേണ്ടി എന്തോ എടുക്കാൻ വേണ്ടി കൂട് തുറന്ന വീട് തവുകയാണ്. അത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ കൂട് തുറന്നിരിക്കുന്നുണ്ട്. സിംഹമാണെങ്കിൽ വയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയ്യോ പാവം, ഒന്നും കഴിച്ചിട്ടില്ല അവന് കേട്ടോ എന്ന് പറഞ്ഞെങ്കിൽ തുറന്നു വിട്ടാൽ എന്താ സ്ഥിതി? ബന്ധമുക്ത ഹരിണപതി. ബന്ധിക്കപ്പെട്ടിരുന്നതായ ആ സിംഹം ഹരിണപതി, മാനിൻ്റെ നാഥൻ സിംഹം. ആദ്യമായി എന്താ ചെയ്യുക? മോക്താരം, ആരാ തന്നെ മോചിപ്പിച്ച അയാളുടെ മേത്ത് ചാടി. ആദ്യത്തെ ഭക്ഷണം അയാളായിരിക്കും. അപ്പോൾ എപ്രകാരം ഒരു സിംഹത്തിനെ കൂട്ടിൽ നിന്ന് അഴിച്ചുവിട്ടാൽ ആ സിംഹം ആരെ മോചിപ്പിച്ചുവോ അയാളെ ആക്രമിക്കുന്നുവോ, അതുപോലെ ഇവൻ മൃഗാസുരൻ പ്രാദ്രവൽ സോധരുദ്രം. ആരാ വരണ്ടെന്ന്? രുദ്രൻ. തന്ന വരം ഫലിക്കുമോ നോക്കട്ടെ. ഇയാളുടെ തലയിൽ തന്നെയാവാം. അപ്പോൾ തന്ന വരം ഫലിക്കുമെന്ന് നോക്കാം. പിന്നെയോ പാർവതിയെ സ്വന്തമാക്കാം, ഭാര്യയെ സ്വന്തമാക്കാം. പ്രാദ്രവൽ സോധരുദ്രം. രുദ്രൻ ഓടാൻ തുടങ്ങി. എപ്പോൾ ഇവൻ അടുത്തേക്ക് വരാൻ അയ്യോ രുദ്രൻ ഓടാൻ തുടങ്ങി. അനേകം ദേവന്മാരുടെ സ്ഥലത്ത് പോയി. അവരൊന്നും നോക്കണേയില്ല. എന്താണ്? ഇവനോട് ലഹരി അടിക്കാൻ അവർക്ക് വയ്യ. അതാണ്, ഇവനോട് യുദ്ധം ചെയ്യാൻ ആർക്കും വയ്യ. അങ്ങനെ വന്ന് ദൈത്യാൽ ഭീത്യാസ്മാ, ആ ദൈത്യനിലുള്ള ഭയം കൊണ്ട് ദേവോ ദിശി ദിശി ബലതയെ, ഓരോ ദിക്കിലേക്ക് ഓടി ഓരോ ദിക്കിലും പോകുമ്പോൾ പിന്നാക്കം തിരിഞ്ഞ് നോക്കും. ബലതയെ, ഇവനെത്തിയോ, ഇവനടുത്തെത്തിയോ? പൃഷ്ഠതോ ദത്തദൃഷ്ടി. അങ്ങനെ പിന്നാക്കം നോക്കി നോക്കി പോയി വളരെ സ്ഥലത്തെത്തി. രുദ്രൻ ഒടുവിൽ തീർച്ചയാക്കി. ആരും തന്നെ സഹായിക്കുന്നില്ല. തൂഷ്ണീകേ സർവലോകേ, എല്ലാ ജനങ്ങളും എല്ലാ ദേവന്മാരും മിണ്ടാതിരുന്നു. തൂഷ്ണീകേ. നോക്കാം, ഇനി വിഷ്ണുവിൻ്റെ അടുത്ത് ഒന്ന് പോയി നോക്കാം എന്ന് ശിവൻ വിചാരിച്ചു. തവ പദമധിരൂക്ഷ്യന്തം. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ വൈകുണ്ഠലോകത്തിലേക്ക് ശിവൻ വരുന്നു. ഉദ്വീക്ഷ്യ സർവം. ശിവൻ അവിടേക്ക് കയറി വരുന്നതായിട്ട് ഭഗവാൻ കണ്ടു. ഉടനെ ഭഗവാൻ അവിടുന്ന് മറഞ്ഞു. അതാണ് ദൂരാദേവാഗ്രതസ്ത്വം. ഭഗവാൻ പെട്ടെന്ന് ഇവൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അവൻ്റെ മുമ്പിൽ പടുപടുപുഷ, നല്ലൊരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ നിന്നു. ചെറിയൊരു കുട്ടിയായി ബ്രഹ്മചാരിയുടെ വേഷത്തിൽ നിന്നു. തസ്തിഷേ ദാനവായ, ആ ദാനവൻ്റെ മുമ്പിൽ അവനെ എതിരിടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അവനോ ഭഗവാനെ നോക്കാണ്ട് ഓടിപ്പോവാണ്. ഭഗവാനെ നോക്കാണ്ട് ഓടിപ്പോവാണ്. കഷ്ടകാലത്ത് ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. തൂഷ്ണീകേ സർവലോകേ. സഹായിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എവിടെയിരിക്കുന്നു ഭഗവാൻ? ഉള്ളിൽ തന്നെ. അവിടേക്ക് നിരന്തരം നോക്കൂ, നിരന്തരം ഭഗവാൻ നാമം ജപിക്കൂ. വേറെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല. അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. എന്തായാലും ഇവിടെ ശിവൻ വൈകുണ്ഠത്തിലേക്ക് ഒന്ന് കടന്നു. എപ്പോൾ ശിവൻ വൈകുണ്ഠത്തിലേക്ക് വന്നു, വിഷ്ണു മറഞ്ഞ് ഇവൻ്റെ ദാനവൻ്റെ മുമ്പിലായിട്ട്, മൃഗാസുരൻ്റെ മുമ്പിലായിട്ട് വന്ന് നിന്നു. മൃഗാസുരൻ ഈ കുട്ടിയെ നോക്കാതെ കണ്ട് ഉള്ളിലേക്ക് പോയി. അപ്പം ഭഗവാൻ പറയുകയാണ്, ശ്ലോകം 6. ഭദ്രം തേ ശാകുനേയ. ശകുനിയുടെ പുത്രനല്ലേ ഇത്? ഇവൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അവ തിരിഞ്ഞങ്ങോട്ട് വന്നു. എൻ്റെ അച്ഛനെ അറിയണു. ശകുനേയ, ശകുനിയുടെ പുത്രൻ. ശകുന്യാഹ അപത്യം പുമാൻ ശാകുനേയ.
ഇവിടെയും ശകുനി ഓർമ്മ വേണം. ഹിരണ്യാക്ഷൻ്റെ പുത്രൻ ശകുനിയാണ്. അതെ. ഭദ്രം തേ ശാകുനേയ, എൻ്റെ അച്ഛനെ അറിയുന്ന ആരാണ്? ഈ കുട്ടിക്ക് എങ്ങനെയാണ് അറിയുക? കുട്ടിയായിട്ടല്ലേ നിൽക്കണം ഭഗവാൻ. ഉടനെ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ തപസ് ചെയ്തു, ശിവൻ വന്ന് വരം തന്നു, ഇതാണ് വരം. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോയി. ശിവനാണിപ്പോൾ എവിടേക്കാണ് പോയാൽ അറിയില്ല, കാണുന്നില്ല. അയ്യോ, ഭഗവാൻ ചിരിയോട് ചിരി. ഭ്രമസിക്ക് മധുന, എടാ മണ്ട, നീ ഇപ്പം എന്തിനാ ഇതിന് വേണ്ടിയിട്ട് കിടന്ന് ചുറ്റി കറങ്ങണേ? ത്വം, ആരാ പറഞ്ഞതിനോട്? പിശാചസ്യ വാച, ഈ ശിവനിപ്പോൾ ആരാണ്? പിശാച്. പിശാച് പണ്ട് ഉള്ള കാര്യം പറയാമല്ലോ. പണ്ട് കഴിവുണ്ടായിരുന്നു, പണ്ട് പറഞ്ഞതൊക്കെ വരിക്കാറുണ്ട്. ഇപ്പം ആ ദക്ഷൻ ശപിച്ചില്ലേ, അതിനുശേഷം യാതൊരു ശക്തിയില്ല. പക്ഷേ ഇയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, വരം തരാം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ത്വം പിശാചസ്യ വാച കിം ഭ്രമസി, നിനക്ക് തെറ്റുപറ്റി കേട്ടോ. അപ്പോൾ അവൻ വല്ലാണ്ട് ഇങ്ങനെ സംശയ രൂപത്തിൽ ഇങ്ങനെ നോക്കണ്ട. സന്ദേഹസ്ഥ, സംശയമുണ്ടോ? ഇങ്ങനെ കാണിച്ചാൽ കിമുന്ന കരോഷാങ്കുലി അങ്കമാവലു, ഇങ്ങനെ ഒന്ന് കാണിക്കാനെന്താ? അവൻ കാണിച്ചു കേട്ടോ. സന്ദേഹസ്ഥേൻ മധുക്തവും, ഞാൻ പറയുന്നതിൽ സന്ദേഹമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ ശിരസികൃതകര, എൻ്റെ ശിരസിൽ കൈ ഇങ്ങനെ വെക്കേ, അങ്കുലിയും ആ വിരലിനെ വെക്ക്, തലയിൽ എന്ന് പറയലും അവൻ ഒന്നും ചിന്തിക്കാതെ കണ്ട്. അതാണ് പെട്ടെന്ന് അങ്ങോട്ട് ഭഗവാൻ കാണിച്ചതുപോലെ അവനും കാണിച്ചു. ഇത്തം ത്വദ്വാക്യമൂഢ, ഭഗവാന്റെ വാക്ക്, അതുകൊണ്ട് മനസ്സിന് ഒരു ഭ്രമം വന്നു. അത് ശരിയായിട്ട് ചിന്തിച്ചില്ല. കാള വെച്ചു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കുന്നവരെ അല്ലേ, അതാണ്. പെറ്റു എന്നല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ, കയറെടുക്കാൻ പോവുകയാണ്. കാളയാണോ വെച്ചതെന്ന് ചിന്തിക്കുന്നില്ല. അതുപോലെയാണ് ഭഗവാൻ കൈ ഇങ്ങനെ വെച്ചപ്പോൾ അവനും ഓർക്കാതെ കൈവച്ചു. ത്വദ്വാക്യമൂഢ ശിരസി കൃതകര, തൻ്റെ ശിരസിൽ ആ കൈവച്ചു, വിരൽ വെച്ചു. സോപതത് സഹ അപതത്, അവൻ വീണു. എങ്ങനെ? ഛിന്നപാദം, ഒരു വൃക്ഷത്തിനെ വെട്ടിയിട്ടാൽ വലിയ ശബ്ദത്തോടെ എങ്ങനെ വീഴുമോ അതുപോലെ ഛിന്നപാദം. മുറിച്ച് താഴ്ത്ത് പതിച്ചതായ ഒരു വൃക്ഷത്തിനെ പോലെ ഛിന്നപാദം. ഭ്രംശോഹ്യേവം പരോപാസിതു, പര ഉപാസിതു, അന്യന്മാരെ ഉപാസിക്കുന്ന, അന്യദേവന്മാരെ ഉപാസിക്കുന്നവർക്ക് ഇങ്ങനെ അവരിങ്ങനെ ഭ്രംശിക്കുന്നു. ഇപ്പം ശിവൻ അങ്ങനെയല്ലേ ഉണ്ടായത്, പക്ഷെ ഭഗവാൻ രക്ഷിച്ചു അവനെ. അഭിജഗതി ശൂലിനോ വിത്വമേവ, ശൂലി ശിവൻ, ശൂലമുള്ളവൻ ശൂലി. ശൂലിനഹാവി, ശിവന് പോലും ഗതി ആരാണ്? രക്ഷ ആരാണ്? ഭഗവാൻ. ത്വമേവ, ഗുരുവായൂരപ്പൻ തന്നെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? സത്വഗുണമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ബാക്കി രണ്ട് ഗുണങ്ങൾ വേണ്ട എന്നല്ല. രജോ ഗുണവും വേണം, തമോ ഗുണം വേണം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കർമ്മം ചെയ്യണമെങ്കിൽ കുറച്ച് രജോ ഗുണം വേണം, പക്ഷെ ഒരിക്കലും രജോ ഗുണം അധികമാവാൻ പാടില്ല. അതുപോലെ ഉറങ്ങണമെങ്കിൽ തമോ ഗുണം വേണം, അധികമാവാൻ പാടില്ല. അധികമാവേണ്ടത് സത്വഗുണമാണ്. സത്വഗുണം അധികമാക്കിയാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. സത്വഗുണത്തിന് വേണ്ടി ശ്രമിക്കൂ എന്നുള്ളത് അവിടെ വ്യംഗ്യമായിട്ട് നമ്മൾ എടുത്തോളണം. അതാണ് ശൂലിനഹ, ശിവന് പോലും അബദ്ധം പറ്റുന്നു. അതാണ്, ശിവന് പോലും അബദ്ധം പറ്റുന്നു.